ശ്രീ രാജേഷ് ചെറുപ്പാട്, അപ്പോ CPM-ന്റെ വിഴിഞ്ഞം പടക്കപ്പലിന് പെട്ടെന്നൊരു ഓട്ട വീണോ? ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാനിതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഇതൊരു സംവാദ വിഷയമാക്കി അല്ലെങ്കിൽ ഒരു വിവാദ വിഷയമാക്കി മാറ്റുന്നിടത്ത് യഥാർത്ഥ പ്രശ്നങ്ങളല്ലേ അവിടെ തമസ്കരിക്കപ്പെടുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലോ. മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സഖാവ് പിണറായി വിജയൻ 52 മിനിറ്റുള്ള ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ഭയങ്കരം തന്നെ. VD സതീശൻ ഈ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും വളരെ കൃത്യവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള മറുപടിയാണ് സഖാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നിട്ട് ഇത് എത്ര മാധ്യമങ്ങൾ ഈ 52 മിനിറ്റ് നീണ്ടു നിന്ന ഈ പത്രസമ്മേളനം എത്ര മാധ്യമങ്ങൾ, നിങ്ങൾ ഉൾപ്പെടെയുള്ള എത്ര മാധ്യമങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണോ ശ്രീ രാജേഷ് മറുപടി ചെറുപ്പാട്? ഇതാര് പ്രതിപക്ഷത്തിന്റെ വളരെ തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത്. VD സതീശൻ പറഞ്ഞ പല കാര്യങ്ങളെയും എണ്ണമിട്ട് വളരെ വസ്തുനിഷ്ഠമായിട്ട് അതിന് മറുപടി പറയുകയാണ്. ഇത് കേരളം അറിയണ്ടേ? തെറ്റിദ്ധാരണയുണ്ട്. ഇന്നലെ CPM-ന്റെ ഔദ്യോഗിക ടെലിവിഷൻ ചാനൽ നൽകിയൊരു ഞാൻ പറയട്ടെ, ഞാൻ അങ്ങോട്ട് ചോദ്യമായിട്ട് ചോദിക്കുകയാണ്. ഈ പ്രചരിപ്പിച്ച ഒന്നിൽ ഒരുപാട് പേർ വീണു പോയിട്ടുണ്ട്. ഇതെന്താണ് പിണറായി വിജയന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സ്വരം കേൾപ്പിക്കില്ലേ? എന്താണ് ഡൽഹി മോഡലിലാണോ ഇവിടെയും മാധ്യമങ്ങൾ നോക്കി? ഇതിലൊരു വസ്തുത മനസ്സിലാക്കണം. ആ സമയത്ത് ഇവിടെ നമ്മൾ ഫുട്ബോൾ മത്സരം ലൈവ് ടെലികാസ്റ്റ് കൊടുത്തോണ്ടിരിക്കുകയല്ല. നാട്ടിൽ നടക്കുന്ന ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് സാർ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുക. നോക്കൂ, പിണറായി വിജയൻ ഇക്കാര്യം പറഞ്ഞു. അത് ഇന്നലെ നമ്മൾ വാർത്തയാക്കിയിട്ടുണ്ട്. ഇന്നും ചർച്ചയാണ്. ഇന്നലത്തെ എല്ലാ വാർത്തകളും, ബ്രേക്കിംഗ് ന്യൂസ്, നമ്മുടെ വാർത്തകളിലൊക്കെ പിണറായി വിജയൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വാർത്തയായി. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. ഈ 52 മിനിറ്റ് വാർത്താ സമ്മേളനം കൊടുത്തില്ല എന്ന് പറയുന്നത് തീർത്തും അയുക്തിയാണ്. ഒരു കാരണവശാലും അത് ഉന്നയിക്കാൻ പാടില്ലാത്തതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ആ ദിവസം ഒരു വർക്കിംഗ് ഡേയിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ താളം തെറ്റിയവർ എത്ര കണക്കിന് ആളുകളാണ്, 100 കണക്കിന് ആളുകളാണ് ഇന്നലെ വഴിയിലായി പോയത്. എപ്പോ വരെ? പാതിരാത്രി വരെ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. ജനശതാബ്ദി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഡെയിലി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും കോഴിക്കോട് നിന്ന് കൊച്ചിയിലേക്ക് വന്നു പോകുന്ന മനുഷ്യരൊക്കെ പെരുവഴിയിലായി പോയി. 100 കണക്കിന് സഞ്ചരിക്കുന്ന യാത്രക്കാർ, ആയിരക്കണക്കിന് അവരുടെ ബന്ധുക്കൾ, സിബ്ലിങ്സ്, അവരുടെ റിലേറ്റീവ്സ്, ഇതൊരു നടക്ക് പോണ മാതിരില്ല തുടങ്ങിയ ആളുകളൊക്കെ പ്രതിസന്ധിയിലായ ഒരു പ്രശ്നം വരുമ്പോൾ ഏത് മാധ്യമ പ്രവർത്തന പാഠമാണ് സാർ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര പ്രാധാന്യമുള്ള ലൈവ് ടെലികാസ്റ്റുകൾ കൊടുക്കേണ്ട എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലല്ല, അതുകൊണ്ട് തന്നെ അത് കൊടുത്തില്ല, 52 മിനിറ്റ് കാണിച്ചില്ല എന്ന് പറയുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആരോപണം കൂടിയാണ് ശ്രീ രാജേഷ് ചെറുപ്പാട്. ഇത് മാത്രമല്ല, ഇപ്പോ ഈ കൈരളി ചാനൽ 52 മിനിറ്റ് കാണിച്ചു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്ത് മാധ്യമമാണ് അവര് ചെയ്തതെന്നുള്ള ഒരു സംശയം ഒരു മാധ്യമപ്രവർത്തകർക്ക് എനിക്കുണ്ട്. 52 മിനിറ്റ് ഒരു നാട്ടിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വലിയ അപകടം ഉണ്ടായിട്ട് അത് മൈൻഡ് ചെയ്യാൻ പിണറായി വിജയന് തന്നെ ലൈവ് കൊടുത്തോണ്ടിരുന്നു പറഞ്ഞാൽ അതെന്ത് മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, അതായത് 52 മിനിറ്റ് കൊടുക്കണമെന്നുള്ള പറയുന്ന 52 മിനിറ്റ് കൊടുക്കണം എന്നുള്ളതല്ല, അടിയന്തര പ്രാധാന്യമുള്ള കാര്യങ്ങൾ കൊടുക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഈ കാര്യത്തെ അവഗണിക്കുന്നത്? പല എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എറിഞ്ഞാൽ കൊള്ളില്ലാത്തത് തിരിച്ചെടുക്കൂ, എറിഞ്ഞാൽ കൊള്ളില്ലാത്ത ആയുധം തിരിച്ചെടുക്കൂ. ഇത് നിൽക്കില്ല, ഈ വാദം അങ്ങനെ ഉന്നയിക്കണ്ട. ഇത് നിൽക്കുന്ന കാര്യമല്ല. അത് നിൽക്കുന്നതുകൊണ്ടാണല്ലോ പറയുന്നത്. അത് നിങ്ങൾ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചോദിച്ചോണ്ട്, ഇത് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ, ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രസമ്മേളനമല്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് സംസാരിക്കുന്നത്. അതിനൊന്നും ഇല്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ പല വിധത്തിലുള്ള ആരോപണങ്ങൾക്ക് മറുപടിയാണ് പറയുന്നത്. അത് കേരളം ശ്രദ്ധിക്കേണ്ടതാണ്. കേരളം ശ്രദ്ധിക്കും. അപ്പൊ മാധ്യമങ്ങൾ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതിൽ നിൽക്കാതെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലേക്ക് വരൂ. അതിലെന്ത് ഉന്നയിക്കുന്ന എന്ത് മെറിറ്റാണ്? ആ വിഷയം എവിടെയാണ് പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടാതെ? ഇന്നലെ ഈ സമയത്ത് എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഈ പോയിന്റ് ഞാനിവിടെ ചർച്ച ചെയ്തത് സാർ. അതുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യപ്പെടാതെ പോയിട്ടില്ല. അങ്ങ് അത് വിടൂ. നിങ്ങള് അല്ലല്ല
അല്ല അത് വിട്ടു കാരണം ഇതിന്റെ രാഷ്ട്രീയം നമ്മൾക്ക് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ചാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല. ഏത് രാഷ്ട്രീയത്തെ കുറിച്ച്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോകും. എന്താണ് ഏത് രാഷ്ട്രീയത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള പിന്നെ പല കാര്യങ്ങൾ. എങ്കിലും ഒരു സംശയം ചോദിക്കട്ടെ, നമുക്ക് ഒരൊറ്റ സെക്കൻഡ് ശ്രീ രാജേഷ് ചെറുപ്പാട്. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഞാൻ തന്നെ മൂന്നാമത്തെ ദിവസമാണ് കൗണ്ടർ പോയിന്റിൽ ഈ വിഴിഞ്ഞ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇത് മൂന്നാമത്തെ ദിവസമാണ്. എന്റെ സഹ ആങ്കേഴ്സും ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെറും 9 ദിവസം മാത്രം ആയുസുള്ള ഒരു വിവാദം 5 or 6 ദിവസം പ്രൈം ടൈമിൽ. ഒരു സെക്കൻഡ്, അവിടെയൊക്കെ പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്ക അടക്കം എല്ലാമാണ് സംസാരിക്കുന്നത്. ഇന്ന് മാറിയത് എന്താണ്? ഇപ്പൊ ശ്രീ രാജേഷ് ചെറുപ്പാടിനെ അതിഥിയായി കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, അങ്ങനെ ഒരു സുഹൃത്താണ്. പക്ഷേ അങ്ങനെ വന്ന സാഹചര്യം എന്താണ്? എവിടെ പോയി CPM-ന്റെ നേതാക്കൾ? നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. നിങ്ങൾ ഒരു കാര്യം പറയും, മറ്റൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ഉന്നയിക്കാൻ ശ്രമിച്ചത്, ഞാൻ അത് പറഞ്ഞു വരുന്ന ഒരു വിഷയത്തിലേക്ക് നമ്മൾ, അതായത് ഒരു ചോദ്യത്തിന് അല്ലെങ്കിൽ ഒരു താങ്കൾ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ ഒരു പറഞ്ഞു തുടങ്ങിയ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണത്. ആ ഇൻട്രൊഡക്ഷനിൽ പിടിച്ചിട്ട് അത് തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചർച്ച എത്താതെ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ലൈവായി ചെയ്തിട്ടുള്ള ഒരു പത്രസമ്മേളനത്തെ വേണ്ട രീതിയിൽ അർഹമായ പരിഗണനയോടുകൂടി ഗൗരവത്തോടുകൂടി കൊടുക്കാത്തത് എന്ത് കൊടുക്കണം എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്, ആയിക്കോട്ടെ. അതിന്റെ ഒരു രാഷ്ട്രീയമുണ്ട്, അതൊക്കെ നമുക്കറിയാം. അപ്പം വളരെ ക്രിയാത്മകമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള മറുപടി മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണത്. ആ മറുപടി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ എന്താണ് ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് CPIM-നകത്ത് എന്തോ ആഭ്യന്തര അല്ല, ശരിയല്ല ഇത് പറഞ്ഞത്. CPIM-ന്റെ അകത്ത് ആഭ്യന്തരമായ എന്തോ വലിയ കലഹങ്ങളുണ്ട്, വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള തരത്തിലേക്ക് ഈ വിഷയത്തെ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. കപ്പൽ ഉലയുന്നോ എന്നാണ് ചോദ്യം. ഉണ്ടോ എന്ന് കപ്പൽ അല്ലല്ല, അതാണ് അത് ആലങ്കാരികമായ ഭാഷകൾ കൊണ്ടൊന്നും ഇതിൽ ഈ ഉത്തരത്തിലുള്ള വിഷയത്തെ നിർമ്മിച്ചെടുക്കാൻ കഴിയില്ല. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ക്ഷമിക്കണം, CPM-ന് മൊത്തത്തിൽ ഏകാഭിപ്രായം ഉണ്ടോന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ സ്വാഭാവികമാണെന്ന് KK ശൈലജ, ഇത് പറഞ്ഞ ആൾ വിശദീകരിക്കട്ടെ എന്ന് PK ശ്രീമതി. ഈ വിഷയത്തെ തൊടാതെ EP ജയരാജൻ പറയുന്നവർ പറയും എനിക്ക് അഭിപ്രായമില്ലെന്ന്. EP ജയരാജൻ 3 CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, അതേക്കുറിച്ച് അങ്ങ് പറയൂ. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. ശ്രീ രാജേഷ്, ഞാൻ അങ്ങനെ അഭിപ്രായമല്ല ചോദിക്കുന്നത്, ഞാൻ CPM-ന്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഇന്ന് KK രാഗേഷ് ഒരു വാക്കും മിണ്ടിയിട്ടില്ല. ചൂടാണ്ട് AC ഇല്ല. ഇന്ന് ഞാൻ EP ജയരാജൻ പറയുന്നതാണ്, ഞാൻ അതിനൊപ്പമാണ് ഞാനെന്ന് കൂടി. നോക്കൂ, സമീപകാലത്ത് നമ്മളൊന്നും കേട്ടിട്ടില്ല. ഇതിൽ മറുവശത്ത് ആരാണ്? KK രാഗേഷ് ഉന്നയിച്ചൊരു അഴിമതി ആക്ഷേപമല്ല, പിണറായി വിജയൻ ഉന്നയിച്ചൊരു അഴിമതി ആക്ഷേപമാണ്. പിണറായി വിജയൻ ആവർത്തിച്ചുന്നയിച്ചൊരു പ്രശ്നത്തിൽ ജയരാജൻ അതിനോട് യോജിക്കുന്നില്ല. ആ ജയരാജനോടൊപ്പമാണ് ഞാനെന്നൊരു കേന്ദ്ര കമ്മിറ്റി അംഗം പറയുന്നത്. നമ്മൾ സമീപകാലത്ത് കേട്ടിട്ടുണ്ടോ സാർ ഇങ്ങനെ ഒരു സെനാരിയോ? എന്താ അതിനർത്ഥം? അത് പറയൂ അങ്ങ്. അല്ല, അതൊറ്റ മറുപടിയുള്ളൂ. അയ്യപ്പദാസെ ഒറ്റ മറുപടിയുള്ള അയ്യപ്പദാസേന് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ തിരുവനന്തപുരം CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിയൊരു സമരം നടന്നു. അത് തൽക്കാലം ഇത്രയും മതി. വരട്ടെ.